നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ജൂലൈ 19, 20 തീയതികളിൽ വൃശ്ചികം രാശിക്ക് നല്ല സമയമാണ്, നല്ല ദിവസങ്ങളാണ്. വൃശ്ചികം രാശി മാത്രമല്ല, വൃശ്ചികം ലഗ്നവും. ഓക്കെ, അപ്പോൾ ലഗ്നം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയില്ലെങ്കിൽ ദയവായി ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ സംശയം നിവൃത്തി ചെയ്തു തരാം. എൻ്റെ വാട്സാപ്പ് നമ്പർ ദയവേത് ഫോൺ വിളിക്കരുത്, 9847291363. അപ്പോൾ വൃശ്ചികം രാശി, വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട. ഇവർക്ക് ഈ ദിവസങ്ങളിൽ ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ ജൂലൈ 18 അർദ്ധരാത്രി 11:58 PM മുതൽ ജൂലൈ 21 രാവിലെ 7:54 AM വരെയാണ് ഈ ഭാഗ്യ ദിനങ്ങൾ വരുന്നത് വൃശ്ചികം രാശിക്കും വൃശ്ചികം ലഗ്നത്തിനും. ഓക്കെ, ഇവർക്ക് ഈ ദിവസങ്ങളിൽ ചൊവ്വ മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. അത് 7ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് 8ാം ഭാവത്തിലോട്ട് വരും, അതും ദോഷകരമാണ്. അപ്പോൾ ചൊവ്വ ഇവിടെ പ്രതികൂലമായിട്ട് നിൽക്കുക. അപ്പോൾ 7ാം ഭാവത്തിൽ ചൊവ്വ വരുമ്പോൾ തീർച്ചയായിട്ടും ജീവിത പങ്കാളിയായിട്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സംസാരത്തിലും പ്രവൃത്തിയിലുമൊക്കെ നമ്മൾ അല്പം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കൂടാതെ പറ്റുമെങ്കിൽ ചൊവ്വാഴ്ച വ്രതമെടുത്ത് മുരുകന് അല്ലെങ്കിൽ അതായത് സുബ്രഹ്മണ്യന് വഴിപാട് നടത്തുക. പാലഭിഷേകം അല്ലെങ്കിൽ ഭസ്മാഭിഷേകം നടത്താം. അതല്ലെങ്കിൽ വഴിപാട് നടത്തണമെന്ന് നിർബന്ധമില്ല. ഏറ്റവും ലളിതമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. വലിയ പൂജകളൊന്നും നമ്മൾ പറയാറില്ല. അതുതന്നെയും വഴിപാട് നടത്തുന്നതിനെക്കാട്ടിലും നമ്മൾ തന്നെ പ്രാർത്ഥിക്കുക, അതാണ് പ്രധാനമായിട്ടുള്ളത്. ചൊവ്വാഴ്ച ഓം വജത് ഭുവേ നമ എന്ന മന്ത്രം ചൊല്ലുക. അപ്പോൾ ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ നിരവധി കാര്യങ്ങൾ എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. അത് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. ഓക്കെ, അതുപോലെ തന്നെ തീർച്ചയായിട്ടും യന്ത്രസാമഗ്രികൾ ഉപയോഗിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ കാറ് മുതൽ മൊബൈൽ മുതൽ കമ്പ്യൂട്ടർ മുതൽ എല്ലാ തരത്തിലുള്ള യന്ത്രങ്ങളും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. കേടുപാട് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്, അപകടം പറ്റാനുള്ള സാധ്യതയുണ്ട്. വാഹനങ്ങൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. കാര്യം ചൊവ്വ ഇവിടെ വൃശ്ചികം രാശിക്ക് ഇപ്പോൾ 7ാം ഭാവത്തിലാണ്. കുറച്ച് കഴിയുമ്പോൾ ഓഗസ്റ്റ് ഡേറ്റ് ഓർമ്മയില്ല, എനിവേ അത് കഴിഞ്ഞിട്ട് 8ാം ഭാവത്തിലും വരും. അപ്പോൾ അതൊക്കെ ദോഷകരമാണ്. അപ്പോൾ ചൊവ്വ മാത്രമാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. ബാക്കി 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. ഓക്കെ, 3 ഗ്രഹങ്ങൾ വ്യാഴം ഉൾപ്പെടെ അനുകൂലമായിട്ട് നിൽക്കുന്നു. പക്ഷേ ഇവിടെ ചൊവ്വ മാത്രമേ ഉള്ളൂ ഡയറക്റ്റായിട്ട് പ്രതികൂലം. ബാക്കി 8 ഗ്രഹങ്ങൾ നിങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്നില്ല, ഗുണങ്ങൾ ചെയ്യുകയും ചെയ്യും. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹമായ ശനി നിങ്ങൾക്ക് 5ാം ഭാവത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ശനി 3, 6, 11 ഈ ഭാവങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അനുഗ്രഹം തരുന്നത്. പക്ഷേ 5ലും 9ലും നിൽക്കുമ്പോൾ ഭേദപ്പെട്ട നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. ഇവിടെ നിങ്ങൾക്ക് ശനി 5ാം ഭാവത്തിൽ പൂർവ്വ പുണ്യ സ്ഥാനത്ത് പിതാവുമായിട്ട് ബന്ധമുണ്ട്, ഗുരുജനങ്ങളുമായിട്ട് ബന്ധമുണ്ട്, മക്കളുമായിട്ട് ബന്ധമുണ്ട് 5ാം ഭാവത്തിന്. ഓക്കെ, അപ്പോൾ 5ാം ഭാവത്തിൽ നമുക്ക് ശനി അനുകൂലമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. എന്തായാലും ദ്രോഹങ്ങളൊന്നും ചെയ്യില്ല, കുറച്ചൊക്കെ നേട്ടങ്ങളും ഉണ്ടാകും. പിതാവിന് ഐശ്വര്യം, പിതാവിന് മാത്രമല്ല ഗുരുജനങ്ങൾക്കും എന്ന് പറയുമ്പോൾ മാതൃസ്ഥാനികർക്കും എല്ലാം തന്നെ അത്യാവശ്യം എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഭേദപ്പെടാനുള്ള സാധ്യത, പലതരത്തിലുള്ള നേട്ടങ്ങൾ അവരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും, നിങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ സന്താനങ്ങൾ. ഓക്കെ, പിതാവും മക്കളും, അതാണ് 5ാം ഭാവം സൂചിപ്പിക്കുന്നത്. പൂർവ്വ പുണ്യസ്ഥാനം, കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത പുണ്യകർമ്മങ്ങൾക്കൊക്കെ നേട്ടം കിട്ടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്. സന്താനങ്ങൾ
മുതിർന്നവരാണെങ്കിൽ അവരിൽ നിന്ന് നിങ്ങൾക്ക് നേട്ടമുണ്ടാവും. കുട്ടികളാണെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസപരമായിട്ടും മറ്റ് കാര്യങ്ങളിലുമൊക്കെ നേട്ടമുണ്ടാവും. ഓക്കെ, സന്താന ഭാഗ്യം ഉണ്ടാവാനും സാധ്യത. ഓക്കെ, ശനി. ഓക്കെ, ഗുണദോഷ സമ്മിശ്രമായിട്ട് നമുക്ക് ഫലം പറയാൻ പറ്റത്തുള്ളൂ. എന്നാൽ തന്നെ ശനി പ്രതികൂലമല്ല. ഓക്കെ, അപ്പോൾ എന്നിട്ട് വ്യാഴം ഇവിടെ 9ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. സർവ്വവിധ സൗഭാഗ്യം, ഗൃഹലാഭം ഉണ്ടാവാം, വീടുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ലോണുകൾ കിട്ടുകയോ അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങിക്കുകയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഉള്ള വീടാണെങ്കിൽ അത് അറ്റകുറ്റപ്പണികൾ, പുതുക്കി പണിയുക, അങ്ങനെയൊക്കെയുള്ള കലാപരിപാടികൾക്ക് അനുകൂലമായിട്ട് സംഭവിക്കും. അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ, എല്ലാ തരത്തിലുള്ള ഭൗതിക, വീട്, വാഹനം, മറ്റ് ജീവിത സൗകര്യങ്ങൾ, പിന്നെ ആഹാര സൗഖ്യം, ശയന സുഖം, പിന്നെ എല്ലാ തരത്തിലും ദൈവാധീനം, പിന്നെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവ്. ഓക്കെ, ഒരു ജോലി മാത്രമുള്ളവരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്: പലതരത്തിൽ നിങ്ങൾ ധനവരവിൻ്റെ സ്രോതസ്സുകൾ സൃഷ്ടിച്ചെടുക്കുക. ഒരു ജോലി, അതിൻ്റെ ശമ്പളം മാത്രമായിട്ട് ജീവിക്കാനുള്ള തീരുമാനം എടുക്കരുത്. തീർച്ചയായിട്ടും മറ്റ് രീതിയിലുള്ള, ഇപ്പോൾ തന്നെ ഞാൻ പറയുന്നില്ല ഒരു ഷോപ്പ് വാടകയ്ക്കെടുത്ത് നിങ്ങൾ ബിസിനസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങളുടെ ഒഴിവു സമയം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള നിരവധി മാർഗങ്ങളുണ്ട്, ധനാഗമ മാർഗങ്ങൾ. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് വരാം. അങ്ങനെ വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ജോലി ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് ഏജൻ്റായിട്ട് പ്രവർത്തിക്കാം. ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. ഓക്കെ, നിരവധി കമ്പനികൾ ചറപറാറുണ്ട്. ഏതെങ്കിലും ഒരെണ്ണത്തിൽ കയറി പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒഴിവു സമയം നിങ്ങൾക്ക് ഒരു ധനാഗമ മാർഗമാക്കി മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ബ്രോക്കറായിട്ട് നിൽക്കാം. അത് എക്സ്പെൻസ്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടാത്ത കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇൻഷുറൻസ് ഏജൻ്റ് ആവാം, അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ ആവാം. ഓക്കെ, അതുപോലെ തന്നെ മറ്റ് നിരവധി മാർഗങ്ങൾ. ഇപ്പോൾ സ്വർണം വാങ്ങിച്ചു വെക്കുക, ലക്ഷക്കണക്കിന് വേണ്ട, ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ 1/4 ഗ്രാം സ്വർണം വാങ്ങിച്ചു വെക്കുക. അതിനുള്ള പണം, ഈ 10,000 രൂപ ശമ്പളമായപ്പോൾ നിങ്ങൾക്ക് അത് വാങ്ങിക്കാം. അത് പണയം വെച്ചിട്ട് നിങ്ങൾക്ക് വീട്ടു ചിലവ് നടത്താം. പിന്നെ 10,000 രൂപയ്ക്ക് 200 രൂപയെ പരമാവധി പലിശ വരുള്ളൂ. അത് ഓരോ മാസവും നമ്മൾ അതിൻ്റെ മുതൽ അടച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അത് നിങ്ങളുടെ കഴിവ് പോലെ 1/2 ഗ്രാം തന്നെ വേണമെന്നില്ല. നിങ്ങളുടെ ശമ്പളത്തിന് തുല്യമായിട്ടുള്ള എമൗണ്ട്, അതായത് ശമ്പളം കിട്ടുമ്പോൾ സ്ട്രെയിറ്റ് നിങ്ങൾ സ്വർണ്ണക്കടയിൽ പോവുക, എന്നിട്ട് ആ പൈസയ്ക്ക് സ്വർണം വാങ്ങിക്കുക, അതുകൊണ്ട് പണയം വെക്കുക. 70%, അതായത് ഇപ്പോൾ 10,000 രൂപയ്ക്ക് സ്വർണം മേടിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു 7,000 രൂപ വരെ കിട്ടും. അപ്പോൾ 10,000 അല്ല, ലക്ഷക്കണക്കിന് ശമ്പളമുള്ളവരോടൊക്കെ ഞാൻ പറയുന്ന ഇതാണ്. അതൊരു വലിയ ബിസിനസ്സാണ്. ഇതിങ്ങനെ വരുമ്പോൾ ഏകദേശം തീർച്ചയായിട്ടും സ്വർണത്തിന് വില കൂടുക തന്നെ ചെയ്യും, അത് സംശയമില്ല. ലോങ് റണ്ണിൽ തീർച്ചയായിട്ടും ഇടയ്ക്ക് ഇപ്പോൾ ഇന്നലത്തെ വില 13,000 ഇഷ്ടമാണ് 1 ഗ്രാമിന്. പക്ഷേ അത് ഇപ്പോൾ അത് കാലാന്തരത്തിൽ മേളിലോട്ട് കയറത്തേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു ലാഭം നിങ്ങൾക്ക് നേടിയെടുക്കാം. അതുപോലെ തന്നെ മാസം തോറും 1,000 രൂപ അല്ലെങ്കിൽ 2,000 രൂപ വെച്ച് മുതലിൽ അടച്ചടച്ച് തീർത്ത് ആ സ്വർണം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഓക്കെ, അത്യാവശ്യമുള്ളപ്പോൾ വിൽക്കാം. ഓക്കെ, അപ്പോൾ
സംഭവം അതൊരു മാർഗമാണ്. പിന്നെ ഡിജിറ്റൽ ഗോൾഡ് ഉണ്ട്, പക്ഷെ നമുക്ക് പണയം വെക്കാൻ ഒക്കില്ല. ഓക്കെ. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹൈ റിസ്ക് ഉള്ള ഒരു മേഖലയാണ്. അത് ഞാൻ പറയുന്നില്ല, എന്നാൽ തന്നെ അതും വളരെയധികം ശ്രദ്ധയോടെ ചെയ്തു കഴിഞ്ഞാൽ നേട്ടം ഉണ്ടാക്കുക. അങ്ങനെ വിവിധ സ്രോതസ്സുകൾ നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുക. ഒരൊറ്റ വരുമാനം മാത്രമായിട്ട് നിങ്ങൾ നോക്കണ്ട. പിന്നെ നിരവധി മാർഗങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. അതായത് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് കളിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളുമുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ വിവിധ സ്രോതസ്സിൽ നിങ്ങൾക്ക് ധനവരവുണ്ടാവും. അപ്പോൾ ശനിയുടെയും ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും കാര്യം പറഞ്ഞു. സൂര്യൻ എങ്ങനെ നിൽക്കുന്നു? സൂര്യൻ ഇവിടെ 9ാം ഭാവത്തിൽ പ്രതികൂലമല്ലാതെ നിൽക്കുന്നു. അനുകൂലമാണെന്ന് പറയാൻ പറ്റില്ല. 9ാം ഭാവത്തിൽ സൂര്യൻ, അപ്പോൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് തരുന്നത്. സൂര്യൻ ഏതൊക്കെ വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത്? തൊഴിൽ വകുപ്പ്, ഓക്കെ, പിതാവ്, മകൻ, സന്താനം. അപ്പോൾ ഇതൊക്കെ നമുക്ക് നേട്ടങ്ങൾ വരാൻ പോകുന്ന ഒരു മാസമാണ് കർക്കിടക മാസം. ചിങ്ങമാസത്തിൽ നിങ്ങൾക്ക് കർമ്മഭാവത്തിൽ വരും. ചിങ്ങത്തിലും കന്നിയിലും നിങ്ങൾക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ ലഭിക്കാനുള്ള സാധ്യത. ഇവിടെ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ സൂര്യൻ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും. അപ്പോൾ നേരത്തെ 7ാം ഭാവത്തിലും 8ാം ഭാവത്തിലും നിന്നിരുന്നപ്പോൾ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. അതൊക്കെ കവർ ചെയ്ത് നിങ്ങൾക്ക് മറികടന്ന് പോകാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ സൂര്യൻ്റെ സ്ഥാനം സൂചിപ്പിക്കുക. ഇനിയിപ്പോൾ ഈ പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ ശനി, വ്യാഴം, ചൊവ്വ, സൂര്യൻ ഇവ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ പ്രധാനമായിട്ടും നേട്ടം വരുത്തുന്നത് ചന്ദ്രനാണ്. 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് ചന്ദ്രൻ. അപ്പോൾ ചന്ദ്രൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഏതൊക്കെയാണ്? മനസ്സ്, അതുപോലെ തന്നെ വീട്, അമ്മ, ഇതൊക്കെയാണ് ചന്ദ്രനുമായിട്ട് കണക്ട് ചെയ്ത് പറയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ചന്ദ്രയുടെ ഏറ്റവും അതിശക്തമായിട്ടുള്ള രീതിയിൽ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്തേക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചന്ദ്രനും കൊണ്ട് നേട്ടമാണ് ഞാൻ പറഞ്ഞ മേഖലകളിൽ. പിന്നെ ബുധൻ ഇവിടെ അനുകൂലമാണ്. 8ാം ഭാവത്തിലാണെങ്കിലും ബുധൻ അനുകൂലമാണ്. അതുമാത്രമല്ല സ്വക്ഷേത്രപരമായിട്ടാണ് ബുധൻ നിൽക്കുന്നത് ഭദ്രയോഗത്തോടു കൂടി. അപ്പോൾ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠിത്തത്തിൽ നേട്ടം, ബൗദ്ധിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കൊക്കെ നേട്ടം, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഒക്കെ ഉണ്ടാവും. പിന്നെ ശുക്രൻ ഇവിടെ പ്രതികൂലമെന്ന് പറയാൻ ഒക്കത്തില്ല, അനുകൂലമല്ല എങ്കിലും പ്രതികൂലമല്ലാത്ത ഒരവസ്ഥയിലാണ് ശുക്രൻ നിൽക്കുന്നത്. ഓക്കെ. സർപ്പം 4ാം ഭാവത്തിലാണ്. അത് പക്ഷേ ഡിസംബർ 5-ന് 5ാം ഭാവത്തിൽ അനുകൂലമായിട്ട് വരും. അപ്പോൾ ലോട്ടറിയൊക്കെ അടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഇപ്പോൾ ഇത്രയും ഗ്രഹങ്ങൾ, 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും 3 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലവും അതുപോലെ തന്നെ പ്രതികൂലമായിട്ട് ഒരേ ഒരു ഗ്രഹമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പരിധിവരെ സൗഭാഗ്യങ്ങൾ കിട്ടുന്ന, അതായത് ഭാഗ്യപരീക്ഷങ്ങളിൽ പോലും നേട്ടം ഉണ്ടാകുന്ന തരത്തിൽ ഉള്ള ഒരു അവസ്ഥയാണ്. പൊതുവെ വൃശ്ചികം രാശിക്ക് ജൂലൈ 19, 20 ദിവസങ്ങളിൽ അനുകൂലമായ ഗുണാധിക്യമുള്ള നല്ല ദിവസങ്ങളായിട്ട് ഞങ്ങൾ പറയുന്നു. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ അവസരം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. ബുദ്ധിപൂർവ്വം, കൗശലപൂർവ്വം, വിവേകപൂർവ്വം നിങ്ങൾ ഈ നല്ല ദിവസങ്ങൾ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക, യൂട്ടിലൈസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.